ഇങ്ങനെ നിന്റെ കാര്യത്തിലൊരു ധാരണ ആയില്ലേ? ഞാൻ ഗ്രൂപ്പിൽ കണ്ടായിരുന്നടാ. നീ ഇങ്ങനെ നീണ്ടു പോകുന്നത് നിന്റെ കുഴപ്പം കൊണ്ട് തന്നെ. പെണ്ണിന് മുടി വേണം, പെണ്ണിന് മൂക്ക് ചെറുതായിരിക്കണം, ചെള്ളയാടിയിരിക്കണം, വെളുപ്പായിരിക്കണം, പൊക്കം വേണം. അപ്പൊ നീ ഉദ്ദേശിച്ച അത്രയും പൊക്കമൊക്കെ ആയാടാ. വയസ്സെത്ര പോയെന്ന് നീ അറിഞ്ഞ? നിന്റെ സെക്കൻഡ് മാരേജ് പോലെ ആയിരിക്കുമല്ലോ അല്ലേ? അല്ലേ? അതും തോടാ അങ്ങനെ. എൻ്റെ ഭാര്യ അവള് 6.5 അടിയുണ്ട്. 6 അടിയുണ്ട്. എൻ്റെ സെയിം പൊക്കത്തിനടുത്തൊക്കെ ഉണ്ട്. ആന്നടാ. ശരിയടാ, വൈകിട്ട് നമുക്ക് ഇന്നെ അവിടെ വെച്ച് കാണാം. ഓക്കേടാ. 5 അടിയേ ഉള്ളു. ഞാൻ 5 അടി. നീ 5 അടിയേ ഉള്ളെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴല്ലല്ലോ, നിന്നെ കെട്ടിയ കാലം തൊട്ടേ അറിയാം നീ 5 അടിയേ ഉള്ളെന്ന്. പിന്നെന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? കള്ളം പറഞ്ഞല്ലേ. ഒരു 1.5 അടി എന്ന് പറയുന്നത് നിന്റെ നാക്കിന്റെ നീളവും കൂടെ ചേർത്ത് അവനങ്ങ് 6.5 അടിയാക്കിയതാ അല്ലേ? പിന്നെ പറ. നമുക്കൊരു 1 കോടി രൂപ കിട്ടുവാണെന്ന് വിചാരിച്ചോ? 1 കോടി രൂപ എവിടുന്ന് കിട്ടാനാ? നീ ആയിട്ട് ജീവിച്ചാ എവിടുന്ന് കിട്ടാനാ 1 കോടി? കിട്ടിയാലോ? കിട്ടുവാണെന്ന് വിചാരിച്ചോ? ഉറപ്പാന്നല്ലോ വിചാരിച്ചു. കിട്ടിയല്ലോ അല്ലേ? അപ്പൊ ആദ്യമൊക്കെ എന്തുവായിരിക്കും അതിൽ നിന്ന് പൈസ എടുത്ത് ചെയ്യുന്ന? എന്തുവായിരിക്കും നീ വിചാരിക്കും എനിക്ക് വല്ല തുണിയൊക്കെ എടുത്ത് തരണമെന്നായിരിക്കും വിചാരിക്കുന്നത്. ഇക്ക ആദ്യമായിട്ട് എന്തോ ചെയ്യുന്നത് ഇക്കയുടെ മനസ്സിൽ തോന്നുന്നത് ഇക്ക എന്തോ ചെയ്യുന്നത് ആദ്യം. അപ്പൊ എന്നാ പിന്നെ ഞാൻ നേരെ നിങ്ങളുടെ വീട്ടിലോട്ട് പോകും. നിങ്ങളുടെ വാപ്പായെ ഒന്ന് കാണും. എന്നിട്ട് പുള്ളിക്കാരനെ നമ്മളിലെ കല്യാണം കഴിഞ്ഞിട്ട് 10-18 കൊല്ലം ആയെങ്കിലും അന്നത്തെ കാലത്തെ മാന്യമായ സ്ത്രീധനവും പൊന്നും ഒക്കെ നിങ്ങളുടെ വാപ്പ എനിക്ക് തന്നത് അതൊക്കെ തിരിച്ചു കൊടുക്കും. പിന്നെ അതിന്റെ കണക്കൊക്കെ ചോദിക്കും. ഓഡിറ്റോറിയത്തിന്റെയും വീട്ടിലെ ചെലവുകൾ, മുമ്പത്തെ ദിവസത്തെ ചെലവുകൾ. എന്തൊരു സ്നേഹമുള്ള മരുമോനാ. പിന്നെ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടും. ആ 1 കോടി രൂപയ്ക്കകത്ത് തീരുവാണെങ്കിൽ അതങ്ങനെ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കടവും കൂടെ മേടിച്ചിട്ട് വാപ്പാടെ കൊടുക്കും. കാരണം ഇത്ര നാൾ വാപ്പ അവിടെ സന്തോഷിച്ചിരിക്കുമല്ലേ, ഇതിനെ അങ്ങോട്ട് എടുത്തോളാൻ പറയും. എന്താ? അപ്പൊ എനിക്കൊരു സമാധാനമാകുമല്ലോ. ഇപ്പോഴാ 1 കോടി കിട്ടിയതിൻ്റെ ഒരു സന്തോഷം കിട്ടിയത്. കിട്ടും. നിങ്ങൾക്ക് കാത്തിരുന്നു അവിടെ.